World Campus Connect, May 2nd, Kannur, Hotel Sky Pearl, May 3rd, Kozhikode Hysan Heritage. അല്ല, റിയാസിനായിരുന്നു ആ ജില്ലയുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രി എന്ന നിലക്കും പാർട്ടി സെക്രട്ടേറിയറ്റ് മെമ്പർ എന്ന നിലക്കും ആ ജില്ലക്കാരൻ എന്ന നിലക്കും അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഓരോ സെക്രട്ടേറിയറ്റ് മെമ്പർക്കും ആ ജില്ലയുടെ ചാർജ് ഉണ്ടാവും. ആ സ്ഥാനം ഏറ്റെടുത്തിരുന്നതും ആ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടത് എല്ലാം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നടന്ന് ഇതിനു വേണ്ടിയിട്ട് മറ്റ് സ്ഥാനാർത്ഥികൾ വേഴാമ്പലിനെ പോലെ ഇപ്പോൾ പോസ്റ്റർ വരും, ഇപ്പോൾ സോഷ്യൽ മീഡിയക്കാർ വരും, ഇപ്പോൾ ബാനർ വരും, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് പ്രസംഗിക്കാൻ ആൾ വരും എന്ന് കരുതി അന്തം വിട്ട് നടന്നു. അവർ നിരായുധരായി. കോഴിക്കോട് ജില്ലയിലെ എല്ലാ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് ഒരു റൂട്ടിലേക്ക് പോയി. UDF പ്രവർത്തകർ അടിച്ചു കയറി. അതുതന്നെയാണ് സംഭവിച്ചത്. അത് ഈ പറയുന്ന മുഹമ്മദ് റിയാസിന് ബേപ്പൂരിന്റെ ബൗണ്ടറി കടക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അല്ല, അത് മുന്നേറ്റത്തിന് അൻവർ അവിടെ മത്സരിച്ചത് കൊണ്ടാണോ മുഹമ്മദ് റിയാസ് അവിടെ നിൽക്കേണ്ടി വന്നതെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്റെ വായ കൊണ്ട് പറയേണ്ട കാര്യമില്ലല്ലോ. ആരാ ബെറ്റിന്ന് യൂട്ടേൺ അടിച്ചത്? ആരടിച്ചത്? ബെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അല്ല 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 അത് നിങ്ങളെ വാർത്ത എടുത്ത് കേൾക്കൂ. ഞാൻ ബെറ്റിനെ എങ്ങോട്ടേക്കാണ് ക്ഷണിച്ചത്? ഞാൻ മുഹമ്മദ് റിയാസിനെ കോഴിക്കോട് പ്രസ് ക്ലബിലേക്കാണ് ക്ഷണിച്ചല്ലേ. എന്തിനാണ്? അഗ്രിമെന്റ് എഴുതാൻ. ഞാൻ തോറ്റാൽ ഞാൻ മുട്ടയടിക്കണം, അദ്ദേഹം തോറ്റാൽ അദ്ദേഹം മുട്ടയടിക്കണം. ഞാനൊരു കമ്മലും കൂടെ ഇടാന്ന് പറഞ്ഞു. പുള്ളിക്ക് അതിന് ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ കമ്മൽ ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ അല്ല, അതൊന്നും എനിക്കറിയില്ല. കമ്മൽ ഞാൻ പുള്ളിക്ക് ഒഴിവാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അല്ല, അതൊരു വ്യക്തിപരമായ അധിക്ഷേപം തന്നെ അദ്ദേഹം നടത്തുന്നത്. മുഹമ്മദ് റിയാസ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന അധിക്ഷേപം എന്താ? ഒരു വ്യക്തിക്കെതിരല്ല. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് UDF അധികാരത്തിൽ വരും എന്ന് ഇവിടെ ചർച്ച നടക്കുന്നത് UDF നേതാക്കന്മാർക്ക് പിരിവ് നടത്താനാണ്. നാട് മുഴുവൻ പിരിവ് നടത്താണ് UDFന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ്. ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടല്ലോ അത്. അപ്പം കേരളത്തിലെ മുഴുവൻ മാന്യന്മാരായ UDFന്റെ നേതാക്കന്മാരും ഇങ്ങനെ വളഞ്ഞ വഴിയിൽ പിരിവ് നടത്തി പോവുക എന്ന് വ്യക്തിഹത്യ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേ മന്ത്രിയുടെ ആഫീസിലെ സെക്രട്ടറി ആയിരുന്നു IAS-കാരനായ ബിജു പ്രഭാകരൻ, PWയുടെ. അദ്ദേഹം എന്താ പറഞ്ഞു? ഒരൊറ്റ വർക്കിൽ 65 കോടി രൂപ മൂക്കിൽ വലിച്ചു ഈ മന്ത്രി. 91 ദിവസമാണ് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചത്. എന്നെ മാറ്റി ഈ അഴിമതി കണ്ടിട്ട്. അങ്ങനെ ഈ സമൂഹത്തെ മുഴുവൻ കൊള്ളയടിച്ച വ്യക്തി ഈ നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മാന്യന്മാരായ UDF ലീഡർഷിപ്പിനെ മുഴുവൻ കള്ളന്മാരും വളഞ്ഞ വഴിയിൽ പണം പിരിക്കുന്നവരും ഒക്കെയാണ്. അപ്പോൾ ആരവിടെ വ്യക്തിത്വം നടത്തുന്നത്? ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന തെറി ആരാ എഴുതുന്നത്? ആരാ എഴുതിക്കുന്നത്? അപ്പം ആ ഒരു വ്യാജമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഒരു ഇമേജ് ഉണ്ടല്ലോ. ഞാൻ പറയും ഒരു പുളിങ്ങി എന്ന ചെറിയെന്ന് നമ്മുടെ നാട്ടുകാർ പണ്ടത്തെ ആൾക്കാർ പറയും. അപ്പോൾ കണ്ണൂർക്കാരും പറയുന്നുണ്ടാവും. അല്ല, ഞാൻ പിന്മാറില്ലല്ലോ. ഞാനിപ്പോഴും അതിൽ തന്നെയാണ്. ഇനിയും സമയമുണ്ടല്ലോ. ഏറ്റെടുക്കുന്നതിന് പറ്റില്ലല്ലോ. ഞാൻ നിങ്ങൾ ബെറ്റ് വെക്കുമ്പോൾ 10,000-ന് ബെറ്റ് വെച്ചാൽ നിങ്ങൾ അത് കെട്ടിവെക്കാൻ തയ്യാറാവണ്ടേ? ഏകപക്ഷീയമായ ബെറ്റിനെന്താ എനിക്കെന്താ തലക്ക് വല്ല വട്ടുണ്ടോ? അങ്ങനെ മുട്ടയടിക്കുകയാണെങ്കിൽ വല്ല ബാർബർ ഷോപ്പിൽ വല്ല ഒഴിവുണ്ടോ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ? അതിലും മോശമായിട്ട് അവർ പറയുന്നത്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതിന് ചോദ്യമില്ലല്ലോ. എന്തിനാണ് ഈ UDFന്റെ ലീഡർഷിപ്പ് ഇപ്പം പിരിവ് നടത്തുന്നതെന്ന് പറഞ്ഞ് താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? ആണോ? അല്ലല്ല, ആണോ? നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. താങ്കൾ അദ്ദേഹത്തിന്റെ മുടി മുറിക്കുന്ന ഈ കാര്യം ഞാൻ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. കേരളത്തിലെ UDFന്റെ ലീഡർഷിപ്പ് ഞങ്ങൾ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് പിരിവ് നടത്തുക എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താ? അത് വ്യക്തിഹത്യയാണോ? അല്ല, അതാ ഒരു വ്യക്തിയല്ല പുള്ളി കേന്ദ്രീകരിക്കുന്നത്. അല്ല, അതൊക്കെ നമുക്ക് പറയാം. ആ കണ്ടെയ്നറൊക്കെ വരും, അവിടെ നിൽക്കട്ടെ. ആ കണ്ടെയ്നറല്ല ഇപ്പം ഞാൻ ഈ ചോദിച്ചതിന് പറയും. ഞാൻ വ്യക്തിഹത്യം നടത്തുക എന്ന് പറയുമ്പോൾ UDFന്റെ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞ് പണം പിരിക്കുന്നു എന്ന് പറയുന്ന മുഹമ്മദ് റിയാസിന്റെ ആ സ്റ്റേറ്റ്മെന്റിനോട് താങ്കളുടെ അഭിപ്രായം എന്താ പറയുക? ബാക്കി മറുപടി ഞാൻ പറഞ്ഞുതരാം. അത് അതിലേറെ മോശം. അതൊരു വ്യക്തിയാണ്. അത് അതിലേറെ മോശമാണ്. ഇവിടുത്തെ പൊതുസമൂഹത്തിൽ ഇതിലാരൊക്കെ പെട്ടു? കോൺഗ്രസിന്റെ നേതാക്കന്മാർ മുഴുവൻ പെട്ടു. ഈ പറയുന്ന സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മുഴുവൻ ഉത്തരവാദിത്തപ്പെട്ടവരും പെട്ടു. UDF നേതാക്കൾ പണം പിരിക്കുന്നു പറഞ്ഞു. ഇവരൊക്കെ UDF നേതാക്കന്മാരല്ലേ? ഓരോരുത്തർ ചോദിക്കാൻ പറഞ്ഞില്ല. അല്ല,
കമ്മൽ ഞാൻ ഇട്ടോളാം, വേണമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ ഒരു സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കാണ്. അല്ല അത് നിങ്ങൾക്ക് അതിന് എങ്ങനെയെങ്കിലും ഏത് രീതിയിലും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓരോ കാര്യം ഓരോരുത്തരുടെ ഐഡിയക്കാണല്ലോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ അഡീഷണൽ ആയിട്ടൊരു ഭാരം കൂടി ഏറ്റെടുക്കാം, ഒരു കമ്മലും കൂടി ഇടാം. പുള്ളി മുട്ട അടിച്ചാൽ മതി എന്നാ പറഞ്ഞ്. അതിനപ്പുറം എന്തായാലും എത്ര ആണുങ്ങൾ എത്ര ആളിപ്പോ കമ്മലിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ ജെൻസി മുഴുവൻ കമ്മലിട്ടിട്ടല്ല നടക്കുന്നത്. കമ്മലിന് എന്താ കുഴപ്പം? ജെൻസികൾ മുഴുവൻ കമ്മലിട്ടിട്ടാണ് നടക്കുന്നത്. അതൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഫാഷനാണ്. അല്ല, സ്വാഭാവികമായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനിപ്പോ ഇത് പറയുമ്പോ ഇവിടെ ട്രോള് വരൂല, എന്നെ മുട്ടയടിക്കൂല, എനിക്ക് കമ്മലിടൂല എന്നൊന്നും ഞാൻ കരുതില്ല. ഇതൊക്കെ ഉണ്ടാവും കരുതിയിട്ട് തന്നെയാണ്. അദ്ദേഹത്തിന്റെ തള്ളൽ മിനിയാന്ന് രാവിലെ അല്ലേ സ്റ്റേറ്റ്മെന്റ് നടത്തി. അന്ന് രാവിലെ 5 TV യോടാ പറഞ്ഞു 88,000 വോട്ടിന് ഞാൻ ജയിക്കും. 88,000 വോട്ടോടെ ഉണ്ടാവും, റെക്കോർഡ് ഭൂരിപക്ഷം, 25,000 വോട്ട് ഭൂരിപക്ഷം അല്ലേ 88,000 പുള്ളിക്ക് കിട്ടുമ്പോൾ. ഇത് തള്ളി മറിക്കുക. ആ മണ്ഡലത്തിലെ കുറേ പാവപ്പെട്ട പ്രവർത്തകരുടെ രാപ്പകലിൽ അധ്വാനിച്ച UDFന്റെ പ്രവർത്തകർ അവർ ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. അവർ പിന്നെയും വിളിക്കുകയാണ്. അല്ല എന്താവും, നമ്മൾ റിയാസ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ. എന്തിനത്? അദ്ദേഹം സ്വകാര്യമായിട്ട് നടത്തുന്ന സംഭാഷണം പോലും നമ്മൾ അറിയുന്നുണ്ട്. അവിടെ അവർ പറയുന്നത് വേപ്പൂരിൽ 2,000-3,000 വോട്ടിന് അവർ ജയിക്കുന്നില്ല. ആ പറയുന്ന അതേ വ്യക്തി തന്നെ പുറത്തിറങ്ങിയിട്ട് ഈ സാധുക്കളായിട്ടുള്ള ഈ പ്രവർത്തകരെ എന്തിനായി ടെൻഷൻ അടുപ്പിക്കുന്നത്? അപ്പോൾ ഞാനൊരു ആത്മവിശ്വാസം 100% പ്രകടിപ്പിക്കൽ ഈ പ്രവർത്തകരുടെ ഒരു മാനസിക ആശ്വാസത്തിന് ആവശ്യമാണെന്ന് തോന്നിയോണ്ടാണ് ആ റിസ്ക്കും എന്താ പറയുക ഈ പറയുന്ന കമ്മലും നിങ്ങളുടെ ട്രോളൊക്കെ നമ്മൾ സഹിച്ചോടെ ഇരിക്കുന്നത്. ഇതൊക്കെ നാളെ മറ്റന്നാൾ കൂടെ അല്ലേ ഉള്ളൂ. അല്ല, അതിപ്പോ ഞാൻ കൊടുത്ത മുഖ്യമന്ത്രിക്ക് അന്ന് കൊടുത്ത പരാതിയിലെ പ്രധാന വിഷയങ്ങൾ തന്നെയാണല്ലോ. ഇപ്പൊ ഈ SIT അന്വേഷിച്ചിട്ട് ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. ഹൈക്കോടതിയിൽ റിട്ട് നമ്മൾ ചോദ്യം ചെയ്തിരിക്കുകയാണ്. അത് തന്നെ അന്വേഷിച്ചാൽ മതി. അത് തന്നെയാണ് ഇവിടുത്തെ ഈ പറയുന്ന പിണറായിസത്തിന്റെ ആകത്തുക. പിന്നെ അതിൽ പെടാത്തൊരു സംഗതിയുണ്ട്, ഊരാളുങ്ങൾ സൊസൈറ്റി നടത്തിയ കൊള്ളകൾ. അത് ഈ കേരളത്തിന്റെ മുച്ചൂടും മുടിച്ച കൊള്ളയാണ് നടത്തിയിട്ടുള്ളത്. അതൊരു സ്പെഷ്യൽ എൻക്വയറി നടത്തുക തന്നെ വേണം. ഇവിടെ ഒരു സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് കൊടുക്കുന്ന ഒരു 10% എഡ്ജ് ഉണ്ട്, പ്രിഫറൻസ്. അത് നിർത്തലാക്കണം. 10 തൊഴിലാളികളെ മുന്നിൽ കാണിച്ചിട്ട് അതിന്റെ പിന്നിൽ തൊഴിലാളി ഇപ്പോഴും തൊഴിലാളി, ആ പാവപ്പെട്ട ULCCയിലെ തൊഴിലാളികൾ വെയിലും കൊണ്ട് പണിയെടുക്കുന്നത് നമ്മൾ കാണുന്നതാണ്. അതായി വിരലിൽ ഉണ്ടാവുന്ന 10, 100, 500 ആളുകളുള്ളത്. അതിന്റെ പിന്നിലുള്ളവരൊക്കെ കോടാനകോടീശ്വരന്മാരായി മാറി. ഈ പറയുന്ന പിണറായിയുടെ ഒരു കുടുംബ സ്വത്താക്കി അതിനെ മാറ്റി. ഈ പറയുന്ന ശബരിമല വിഷയത്തിൽ അയ്യപ്പ സംഗമത്തിൽ പോലും അതിൽ കൊള്ളയടിക്കപ്പെട്ടു ULCC എന്ന് പറഞ്ഞത് ഞാനല്ല, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വന്ന വിഷയമാണത്. അപ്പം ആ ULCCയെ കുറിച്ച് ശക്തമായ അന്വേഷണം നടത്തണം. കോടികൾ ഇവിടെ നമ്മളെ പൊതുസമൂഹത്തിന്റെ മുതൽ ഇവിടുന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അയ്യപ്പന്റെ സ്വർണം ആ പരാതിയിലില്ല, എന്നാ സംഭവമില്ല. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ തിരിച്ച് ജയിലിലാക്കി ആ സ്വർണം തിരിച്ചു പിടിക്കണം. ഇതൊക്കെ തന്നെ അവിടെ നടക്കേണ്ട അന്വേഷണം.